ചേട്ടാ ചേട്ടനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വൃത്തിയായിട്ട് വീഡിയോസും കണ്ടോണ്ടിരിക്കരുതെന്ന്. ചേട്ടൻ്റെ ഇൻസ്റ്റ പോലും തുറക്കാൻ പറ്റുന്നില്ല, മുഴുവൻ വൃത്തികേട്. ഇതൊക്കെ എല്ലാ ആണുങ്ങളും കാണുന്നത് തന്നെയാണ്. ഇതിനെന്തെങ്കിലും അബ്നോർമാലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ മാത്രം പ്രശ്നമാണ്. മനുഷ്യനെ ഉറപ്പിക്കണേ. ചേട്ടാ മോളെ, നീ ഇങ്ങനെ കരയാതെ. ഇതിപ്പോ മോളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അമ്മ, ഞാനും അമ്മയോട് ഇതൊക്കെ എങ്ങനെ പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇത്രയും നാള്. മോള് വിഷമിക്കാതെ, ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം. അത് വേണ്ട. ഇനിയിപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മയെ വിളിച്ച് പറഞ്ഞെന്നറിഞ്ഞ അറിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒരിക്കലും മിണ്ടാതിരുന്നാലോ? ഇപ്പം അമ്മ ഈ കാര്യങ്ങൾ അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ഞാൻ തന്നെ ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാം. പറയടി. എങ്ങോട്ടാ? ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു ബാംഗ്ലൂർ. കോൺഫറൻസ് നേഹയായിട്ടായിരിക്കും അല്ലേ? അത് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത്? എല്ലാം അറിയെങ്കിൽ പിന്നെ ചോദിക്കണേ തിന്. താൻ എൻ്റെ ജീവിതം നശിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. എൻ്റെ സമ്മതം ഇല്ലാതാണ് ഈ കല്യാണം നടന്നത്. നിൻ്റെ അടുത്ത് എനിക്ക് ഒരു സ്നേഹവുമില്ല, ഒരുമിച്ച് ജീവിക്കാൻ താല്പര്യമില്ല. ഇനി അമ്മ പറ, ഞാൻ എന്തോ ചെയ്യണം? എന്നെ ഇഷ്ടമില്ലായിരുന്നു ഈ കല്യാണത്തിന് മുമ്പ് അത് പറഞ്ഞുകൂടായിരുന്നോ? എന്റെ ജീവിതം കൂടെ എന്തിനാണ് ഇങ്ങനെ തൊലയ്ക്കുന്നത്? മോള് വാ. ആ നശിച്ചവളാണ് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പാവത്തിന് എത്രടാ നീ ദ്രോഹിക്കുന്നേ? അമ്മയ്ക്ക് എന്തോന്നമ്മ, ഞാൻ ഇപ്പൊ ബാംഗ്ലൂർ തന്നിട്ട് കിടന്ന് ഉറങ്ങായിരുന്നു. നീ കൂടുതൽ ഉരുണ്ട് കളിക്കല്ലേ. സരിനെ, നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നിട്ടുണ്ട്.